हे गाइस वेलकम बैक टू आवर चैनल। तो हम आ गए वापस बिल्कुल एक न्यू पार्ट के साथ मूवी के थुदारम के। और यार ये मूवी अच्छी चल रही है, फनी है काफ़ी। बाकी देखते हैं कि अब क्या होगा। वो शादी में भी ले गए हैं और शादी में उसको एज अ ड्राइवर ले गए तो खुद दारू पीकर लेट गया। ये मूवी थोड़ी ट्विस्ट एंड टर्न्स वाली है वही, और मतलब कि काफ़ी इंटरेस्टिंग है, मुझे तो सही लग रही है। बाकी देखते हैं कि अब क्या होने वाला है। सो फिर आप भी देखिए, हम भी देखते हैं। लेट्स स्टार्ट। ക്ഷീണായിപ്പോയി എന്റെ താക്കോല് താക്കോലൊക്കെ തരും വാ मेरे को लगा ये इतना वो कर रहा है, ചൊറിയുന്നു मेरे को लगा वो सर जिसने दिया है वो कर रहा है इतने रोले। താക്കോല് പാനിക്കല്ല പിന്നെ എടാ നമ്മുടെ സുധീഷിന്റെ കസിന്റെ ഒരു തോട്ടമുണ്ട്, നമുക്ക് അവിടെ വരെ പോവാം. അവിടെ കുറച്ച് പരിപാടിയുണ്ട്. എന്താണ് സ്ഥലത്തിന്റെ പേര്? പാഞ്ചാലിമയുടെ അടുത്ത് പുരക്കയ. സാറേ ഇത് ഒരുപാട് ദൂരെ ഇവിടുത്തെ എരുമേലിന്ന് അടുത്താണ് സാറേ. എനിക്ക് നാളെ പിള്ളേരുമായിട്ട് ഓട്ടോ ഉള്ള गड़बड़ करेंगे ഇത് ഒരു ഓട്ടമല്ലടാ, നമ്മള് രാവിലെ തിരിച്ചിങ് വരും ഇല്ലേ? ആ പോടാ പോ, മോൻ കഴിപ്പോ ചെല്. പോലീസുകാരുമായിട്ട് പോയി വാറ്റെടുത്തൊന്നും പറഞ്ഞേക്കല്ലേ, അടുത്ത ആഴ്ച റിട്ടയർമെന്റാ. പിള്ളേരെ ആരെയും കയറ്റി അവനെ ആരടുത്തും പറയില്ല സാർ. क्यों? അതിന് നിന്റെ അല്ലോ റിട്ടയർമെന്റ്, നിന്റെ അല്ലേ? यार ये तो बड़ा ऐसे कर रहे हैं, इसको बहुत गंदा ट्रीट कर रहे हैं। കല്യാണത്തിന്റെ ടെൻഷനായിരിക്കും അല്ലേ? ആണെങ്കിൽ പോട്ടാ अच्छा ये तो शादी है ना जिसकी बहन की, वो വാറ്റടിക്കണ്ട നമുക്ക്. അതെ, സാധനം വേണമെങ്കിൽ ഡിക്കി വെക്കാം. ഞങ്ങൾ ഇടുക്കി പോയിരുന്നു കള്ളുടിക്കോ. എടാ सारा फंसेगा अब दोबारा से ചതും 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 ജും തജും ജും തജും തജും ജും തജും ജും തജും 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 തജും. यार कुछ होने वाला है मुझे लग रहा है। എടാ ഇങ്ങനെ ഈ പാട്ട് കേൾക്കുമ്പോഴേ ജീവിക്കാനൊക്കെ തോന്നണം അല്ലടാ? സാർ ഞങ്ങൾക്കൊരു മാസ്റ്റർ ഉണ്ടായിരുന്നു, സംഘട്ടനം പഴനിസ്വാമി. അദ്ദേഹം പറയുമായിരുന്നു, നല്ലൊരു ഫൈറ്റ് എടുക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ ഒരു പാട്ട് കേട്ടാൽ അതൊരു പ്രതീക്ഷയാണ്. यार कुछ गड़बड़ होने वाला है। ഞാനൊരു പത്തനംതിട്ടക്കാരനാണ് സാർ. തന്നെ? എന്റെ അച്ഛൻ കമ്പത്ത് നിന്നാണ്, അമ്മ പത്തനംതിട്ട എന്നാണ്. അവരൊക്കെ പോയതിനു ശേഷം ഞാൻ ഈ സിനിമാ പ്രാന്ത മൂത്ത് മദ്രാസിൽ പോയി. അവിടെ ഈ പഴനി മാസ്റ്ററുടെ കൂടെ ഞാനൊരു ഫൈറ്ററായിട്ട് കൂടെ കൂടി. ഫൈറ്ററാ നീയാ? അയ്യേ, ഏത് സിനിമയില്? ഞാൻ 50-60 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സാർ. നീ എന്തിനാ നീ ഈ വണ്ടിയൊക്കെ ഉരുട്ടി കിടക്കുന്നത്? സാർ അത് ഞങ്ങളൊരു തമിഴ് സിനിമയുടെ ആക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരു വലിയ ആക്സിഡന്റ് ആണ്. അപ്പൊ അതില് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ സഹോദരൻ അൻപ് എന്നെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ അവൻ മരിച്ചുപോയി. അത് പിന്നെ വലിയ കേസായി, യൂണിയനിലൊക്കെ അറിഞ്ഞു. മാസ്റ്ററിന് വർക്ക് ചെയ്യാൻ പറ്റാതായി, ഞങ്ങളെയൊക്കെ പിരിച്ചു വിട്ടു. പിന്നെ ഞാനിങ്ങ് പോന്നു. അപ്പൊ ആ മാസ്റ്റർ എന്ന വണ്ടിയാണ് സാർ ഇത്. അപ്പൊ ഇത് ഒരുപാട് ഓർമ്മകളുള്ള ഒരു വണ്ടിയാണ് എനിക്കിത്. ആകെ ഒരു ദുരന്ത കഥയാണ് അല്ലേടാ? പോട്ടെ, കണ്ടോളൻസസ്. कंडोलेंसेस होता है ചെറുതൊന്നും നോക്കിയടാ. ഒരുത്തനൊരു ദുരന്തം പറഞ്ഞു. എന്ത് ദുരന്താണ്? यार ये वही नदी है ना जिस टाइम बहुत आई थी। कुछ होने वाला है अब, गड़बड़ मेरे को लग रहा है। എടാ, നിന്റെ വണ്ടി എപ്പോഴും ഇങ്ങനെ ചൂടൊക്കെ ആവോ? ഏയ്, ഈ കിണ്ടിയുടെ ചൂടൊക്കെ വരണ്ടേ? പിന്നെ നിന്റെ വണ്ടി ചൂടായാലേ നീ മോണയുടെ ചോദിച്ചാൽ മതി. ഓട്ടോമൊബൈൽ എഞ്ചിനീയറാ, കട്ടാരത്തിന് പോലീസിലായിപ്പോയി. എടാനിയാ എന്റെ അണ്ടറിൽ കയറിയവനാ, സാർ മിടുക്കനാ. സാറേ പോയാലോ സാറേ? പിന്നെ പോണ്ടേ? പോവാം, പോവാം. ഞാൻ റെഡി. ഞാൻ റെഡിയാ. പെരി സാറേ, ഇവിടെ അങ്ങോട്ടെ. ओ यार പെരി സാർ അറേഞ്ച് ചെയ്യാം. എന്റെ വണ്ടി വേറെ ആരും അങ്ങനെ ഓടിക്കാൻ. തന്റെ കൂടെ ഉള്ളവര് തന്നെയല്ലേ ഇതിന്റെ അകത്ത് കഞ്ചാവ് നടത്തിയത്? ജോസ് സാറേ, വെറുതെ ബെന്നി സാർ വീണ്ടും ഓരോന്ന് പറഞ്ഞു.
എന്തുവാടാ പെണ്ണിക്കഴിവരെ നിനക്ക് यार ये എന്തിനാ क्या है കഴപ്പാണ് സാറേ. അത് ഈ വണ്ടി ഓടിച്ചാലേ കഴപ്പ് മാറത്തുള്ളൂ. നിനക്കൊരു റൗണ്ട് പോയി വന്നാൽ നിന്റെ കിഴപ്പ് മാറൂല്ലേ? ആ മാറും. സുധീഷേ നീ ഇവിടെ ചെല്ല്. സാറേ ദേ ഇതാ എന്റെ മാതിരിക്ക് എന്റെ കരിയാ. यार പറ്റത്തില്ല സാറേ ഇതെന്താണ് പരിപാടി? മലയിൽ വല്ല ഉത്സവം കാണും സാറേ. ഏഹ്? ജോർജ് സാറേ ഓ ജോർജ് സാറേ ഒന്ന് പറഞ്ഞേ. എന്തേ നീ വണ്ടി എടുക്ക. ആ നമുക്കിനി ചോദിച്ചു വാ. शुक्र है यार പിന്നെ സാറേ ये अपनी गाड़ी को लेकर Cute है यार ये बहुत बंदा। हुआ है यार ജോർജ് സാറേ താങ്ക്സ്. अब वो जंगलों लग में रहा है शुरू मुझे हो कुछ। रहे हैं अरे वाओ कितना गहरा जंगल है। घना अब कुछ होगा ഡാ, ഈ കല്ലിപ്പ് കുറവുണ്ടോ? മൊത്തത്തിൽ ഇങ്ങനെ ഇരിക്കുന്നോണ്ട് ഡാ, ഡ്രൈവറെ ചെറുതണ്ടായി കടപ്പ അങ്ങനെ മാറും. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ കഴിക്കാറില്ല. इसके अलग ही रूल्स എന്റെ रखते വണ്ടിക്കകത്ത് हैं അങ്ങനെ ആരും കഴിക്കാറില്ല. എന്നാ ഇനി അങ്ങോട്ട് തുടരും. ഓൾ ദ ബെസ്റ്റ്. ഈ വണ്ടി അങ്ങോട്ട് ഒരു ബാറായി മാറുന്നത്. എടുപ്പിക്കാതെടാ. मेरे को तो गाड़ी नहीं है बाहर है बाहर എടാ സുധീഷേ ഈ ഇടത്തോട്ട് പോകുന്ന വഴിയില്ലേ? ആയ്, ഡാ, ലെഫ്റ്റിലേക്കല്ലേ ഇത്? ഈ വഴിക്ക് പോയ നമുക്ക് ആ ഉത്സവം കാണാൻ പറ്റൂടാ? എനിക്കറിയില്ല സാറേ. എടാ എന്നാ നീ ഈ വഴിക്ക് കേറി. ആദ്യം നമുക്ക് ഉത്സവം കാണാം എന്നിട്ട് ബാക്കി ചെയ്യാം. സാറേ ഈ വഴി റിസ്കാ, വണ്ടി പോകത്തില്ല. വണ്ടി ആക്കാം. എടുക്ക്. എടാ നമ്മുടെ സുധീഷിനെ അറിയാവുന്ന കാടാടാ ഇത് അല്ലേടാ? നീ വണ്ടി എടുക്കുവാൻ സാറേ സാറേ ഇത് വണ്ടി ഡ്രൈവറെ. बेसुधी നീ വണ്ടി तो എടുക്ക്. വാ. നീ എടുക്കടാ. ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ? एडवेंचर की गाड़ी के साथ ही क्यों करना है तुम्हारे को भी मेरे को लगता अब तो कुछ गड़बड़ होने वाला है। शुक्र की गाड़ी है ना अभी तो नहीं आएंगे एलिफेंट्स पता नहीं പമ്പി കളിക്കാണ്ട് ചവിടി വീട് ഡ്രൈവറെ. അതെ ചവിട്ടി ഇവിടെ ഇത് ജീപ്പൊന്നും അല്ലല്ലോ, അംബാസഡർ കാറല്ലേ. നന്നായിട്ട് ചേർത്തൊരച്ചെടുത്തു. സുധീഷ് ഇവിടുന്ന് 2 കിലോമീറ്റർ കാണൂലടാ അത്. ഡാ, അറിയില്ല. പിന്നെ എന്തിനാണ് മൈത്രേന്റെ മീശ വെച്ചിരുന്നത്? यार സാറേ ഈ പാതിരാത്രിക്ക് ഇതിനകത്ത് വന്നിരുന്ന് തന്നെ കുടിക്കണോ സാറേ? കുടിക്കണോ പിടിക്കണോ എന്നൊക്കെ ഞങ്ങള് തീരുമാനിച്ചോളാം. നീ വണ്ടി ഓടിക്കോട്ടെ. क्या बंदा पागल ही हो गया എടാ ഇന്നോവയൊക്കെ കേറി പോകുന്ന വഴിയായത്. നമ്മളിത് എത്ര പോയതാ? സുധീഷ നീ ആ കാസിനെ ഒന്ന് വിളിച്ചു പോയി. ആ ഉത്സവം നമ്മുടെ തോട്ടത്തിൽ പോയത്. अरे ഈ കാര്യം. പോട്ടെ, പോട്ടെ, പോട്ടെ. സാറേ ഇതിനകത്തൂടെ എങ്ങനെയാ പോകുന്നത് സാറേ? നാല് വീലങ്ങ് വണ്ടി എടുക്കടാ. സാറേ പോകത്തില്ല ഇത്. ഓ, പോട്ടെ. ये तहन नहीं चाहिए ओ यार ഇത് क्या ये एडवेंचर करवा रहे हैं उससे ഡ്രൈവറെ, ജീപ്പ് अरे फंस जाएंगे यार फंस जाएंगे और ड्राइवर ഡ്രൈവറെ വണ്ടി എടുക്കട്ടെ. अभी जब शेर आएगा ना സാറേ ഇനി ഇറങ്ങി നടക്കാം, വണ്ടി മുന്നോട്ട് പോകത്തില്ല. നടക്കാമല്ലോ. ആരെങ്കിലും ശരിയാവാ. ഒരിടത്ത് പോവാൻ വണ്ടി വിളിച്ചതല്ലേ. ഈ ആകെ 3-4 കിലോമീറ്റർ കൂടെ ഉള്ളൂ. 3-4 കിലോമീറ്റർ ആയപ്പോ ആ. 2 കിലോമീറ്റർ എന്നല്ലേ പറഞ്ഞേ? സാറേ ഇത് ശരിയാവത്തില്ല. സൈലൻസറിൽ വെള്ളം കയറിയ എഞ്ചിന്റെ പണി പോവും. വെള്ളപ്പൊക്കത്തിൽ പോലും ഇറങ്ങാത്ത വണ്ടിയാ, എനിക്ക് പറ്റത്തില്ല. എന്താണ് നിങ്ങൾ വേണമെങ്കിൽ ഒരു ജീപ്പ് പിടിച്ച് വെക്കോ, അല്ലെങ്കിൽ നടക്കുകയാണെങ്കിൽ ഞാനും കൂടെ നടക്കാം. അതെന്ത് വർത്താനാടാ? ये നീ साइको ഞാൻ है പറയുന്നത് यार വണ്ടി നിർത്തൂ. സാറേ ഉടക്കാനാണ് ഭാവമെങ്കിൽ ഞാനും ഉടക്കും. ആ ഞാനും കൊടുക്കൂ. ക്ഷമയ്ക്ക് ഒരു അതിലുണ്ട്. ഇത് ശരിയാവില്ല. കുറെ നേരം വെച്ചു. നീ ആരെയാണ് പേടിപ്പിക്കുന്നത്? പോലീസാരെയോ? ജോർജ് സാറേ, ഓ സാറേ സാറിനറിയാലോ. मेरे को लग रहा है इनका कुछ प्लान है എടാ ബെൻസേ നമ്മുടെ സുധീഷിന്റെ പെങ്ങടെ കല്യാണം അല്ലടാ നാളെ.
ഏ നീ ആ വീട്ടുകാരെ കണ്ടല്ലേ? അച്ഛൻ, അമ്മ, വല്യമ്മ, പാവങ്ങളാണ്. ഇവൻ ഈ ജോലി കിട്ടിയപ്പോഴാണ് ആ കുടുംബം തന്നെ ഒന്ന് നിവർന്നു നിന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ ഈ കല്യാണം അവർക്കൊക്കെ എത്ര വലുതാണ്. അല്ലേടാ സുധീഷ്? നമ്മൾ അവിടെ ചെന്ന സമയം തൊട്ടേ ഈ സുധീഷിന് കുറെ കോളും വിളിയും ഒക്കെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഈ പെങ്കൊച്ചിനെ ഒരഫെയർ ഒരു ചെറുക്കനുമായിട്ട്. പഠിക്കുന്ന കാലം തൊട്ടുള്ളതാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പൊ കല്യാണമൊക്കെ ആയി വന്നപ്പോഴത്തേക്കും അവൻ കുടുംബത്ത് കയറി വന്ന് ഭീഷണി, കല്യാണം മുടക്കുവന്ന്. झूठ बोल रहे हैं നമ്മളൊക്കെ ഇവിടെ ആണുങ്ങളായിട്ട് ഞെളിഞ്ഞ് നിവർന്ന് നിൽക്കുമ്പോഴാണ് അവന്റെ കുന്തളിപ്പ്. കല്യാണ വീട്ടിൽ നിന്ന് സംസാരിച്ച് അവനെ ഞങ്ങള് മറ്റേ റബ്ബർ ഷെഡിലോട്ട് കയറ്റി. ചെറുക്കൻ കുറച്ച് വേളവനാ. അവന്റെ കയ്യിലേ कहीं इसका ഈ वो तो പെങ്കൊച്ചിന്റെ नहीं है കുറച്ച് बेटा 1-2 തുണ്ട് പണങ്ങളൊക്കെ ഇരിപ്പുണ്ട്. मुझे भी लग रहा है ഞാൻ അവനെ പിടിച്ച് 1-2 പോലീസ് മുറയിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഈ സുധീഷിന്റെ അച്ഛൻ വന്ന് ഒരു കയ്യെ और उसकी गाड़ी में നമ്മുടെ മുന്നിൽ വന്ന് ഈ സുധീഷ് അച്ഛന് വേണ്ടി സഹായം ചെയ്യണമെന്ന് കെഞ്ചിയ നമ്മള് ചെയ്തു കൊടുക്കണ്ടേ? പോലീസുകാരനല്ലേടാ, പോലീസുകാരന്റെ കൂടെ നിൽക്കണ്ടേ? उसका बेटा तो नहीं था मोहनलाल का वो। मुझे भी लग रहा है നിന്നെ അറിയിക്കാതെ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നീ അറിയും, ഈ വണ്ടി നിന്നെ അറിയിക്കും. डिक्की में लाश ഞങ്ങളുടെ കൂടെ നിന്ന് തന്നാ മതി. ഒന്ന് കണ്ണടച്ചാ മതിയടാ. क्या बोलेगा यार, ये तो पूरा ट्विस्ट आ गया। ഈ വണ്ടിയുടെ ഡിക്കിയിലായി I knew ആ it. കഴിവുള്ള इस ശവം. सुअर की लाश और उसके बेटे की तो नहीं है। और एक पुलिस वाले के कॉलर वगैरह ഞാനൊന്ന് പറയട്ടടാ, ഒരു സഹായം. तीर तो कुछ कर एलिफेंट्स आ रहे हैं എടഞ്ഞ ഇപ്പൊ ഈ കാട്ടിൽ ഒരു ശവം കൂടെ കിട്ടും. तेरी ഇത് ഞങ്ങൾ ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല ബെൻസേ. നിന്നെയും കൊല്ലും. वैन्स की तो वैन തന്നെയാടാ. बहुत इंटेंस मूवी हो रही है वही। और मेरे को पता ही था कि यार इतना तो क्या ही होगा, इतना इसका क्यों सगा बन रहा है, क्यों सगा बन रहा है। अब पता लगा क्यों सगा बन रहा है। अब वो लाश किसकी है वो हमें देखना है, क्योंकि मेरे को तो लग रहा है वो मोहनलाल के बेटे की लाश है, पता नहीं क्यों। मुझे भी लग रहा है वही। बाकी देखते हैं कि अगले पार्ट में क्या होगा। तो गाइस, यही था हमारा रिएक्शन। आप लोगों को कैसा लगा प्लीज़ कमेंट करके जरूर बताइएगा। अगर अच्छा लगे तो प्लीज़ इस वीडियो को लाइक करिए, शेयर करिए, कमेंट करिए। और अगर इस चैनल पर न्यू तो सब्सक्राइब करिए। बाय।